ഒപ്പമാണ് പ്രശാന്ത് കിഷോറിന്റെ നീക്കങ്ങൾ. പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് അത്. മദ്യനിരോധനം ഉൾപ്പെടെ റദ്ദാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞു. എന്താണ് പ്രശാന്തിന്റെ നീക്കം? പ്രശാന്ത് കിഷോർ ഏതായാലും രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ജൻ സുരാജ് പാർട്ടിക്ക് ഇന്നലെയാണ് അദ്ദേഹം രൂപം നൽകിയത്. ബീഹാറിലെ പാട്നയിലെ ഗാന്ധി മൈതാനത്ത് വെച്ചായിരുന്നു പ്രഖ്യാപനം. ഏതായാലും പ്രശാന്ത് കിഷോർ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച, അല്ലെങ്കിൽ അതിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞ വ്യക്തി കൂടിയാണ് പ്രശാന്ത് കിഷോർ. പ്രത്യേകിച്ച് ചായ് പേ ചർച്ച എന്ന ആശയം കൊണ്ടുവന്ന് പ്രശാന്ത് കിഷോറാണ്. മണിശങ്കർ അയ്യരുടെ ഒരു പരാമർശം ആയുധമാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം ചായ് പേ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രചാരണമായിരുന്നു അന്ന് നടത്തിയത്. അതിനുശേഷം BJPയുമായി തെറ്റിയ അദ്ദേഹം 2015 മഹാസഖ്യം JDU RJD സഖ്യം അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അങ്ങനെ പ്രശാന്ത് കിഷോർ പിന്നീട് JDUവിന്റെ ഭാഗമാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സ്വന്തം നിലയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയാണ്. അടുത്ത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും സ്വാഭാവികമായും ലക്ഷ്യം. കാരണം ബീഹാറിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് 2025. അപ്പോൾ അതിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, കൂടുതൽ സീറ്റുകൾ നേടുക എന്ന് തന്നെയായിരിക്കും പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതായാലും 5 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി പ്രശാന്ത് കിഷോർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടികളാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, മുതിർന്നവർക്ക് പെൻഷൻ, ഒപ്പം തന്നെ വനിതകൾക്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളും പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെക്കുന്നു. അവസാനമായി രഞ്ജിത്ത് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മദ്യനിരോധനം പിൻവലിക്കും എന്നൊരു വാഗ്ദാനം പ്രശാന്ത് കിഷോറിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കാരണം നിലവിൽ 2016 നിതീഷ് കുമാറാണ് സംസ്ഥാനത്ത് മദ്യനിരോധനം കൊണ്ടുവരുന്നത്. അത് നിതീഷ് കുമാറിന് തുടർച്ചയായ അധികാരത്തിൽ വരുന്നതിൽ വലിയ ഫാക്ടർ ആവുകയും ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ അടക്കം വോട്ടുകൾ സമാഹരിക്കുന്ന മദ്യനിരോധനം ബീഹാറിൽ JDUവിന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വ്യാജ മദ്യ ദുരന്തം ബീഹാറിൽ തുടർക്കഥയാവുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തും അത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനാകട്ടെ ശിക്ഷാ നിരക്ക് വലിയ കുറവുമാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള നീക്കം കൂടി പ്രശാന്ത് കിഷോറിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് പ്രശാന്ത് കിഷോർ വലിയ വിജയമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ എന്തായിരിക്കും എന്നത് കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ നീക്കം. മറ്റു വാർത്ത, CPI